എല്ലാവർക്കും എലമെൻസ് കെയറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 4 പ്രൊഡക്റ്റുകളുടെ ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് 1 by 1 ആയിട്ടായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രസൻറ്റേഷനൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ പ്രസൻറ്റേഷൻ സ്ക്രീൻ ചെയ്യുക, അതോടൊപ്പം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രൊഡക്റ്റ് എന്തിനാണ്, ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ മനസ്സിലാവും. ഇതൊരു കണ്ടിന്യൂഷൻ 4 വീഡിയോകളുടെ സീരീസ് ആയിരിക്കും. 1 by 1 അങ്ങനെ 4 വീഡിയോസ് ആയിട്ടായിരിക്കും വരിക. നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഉൽപ്പന്നമായിട്ടുള്ള മുരിങ്ങ ക്യാപ്സ്യൂളിനെ കുറിച്ചായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ശാരീരിക അവസ്ഥകളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ വീണ്ടും സംസാരിക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന മുരിങ്ങ ക്യാപ്സ്യൂളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ പ്രൊഡക്റ്റ് ആണ് മുരിങ്ങ ടേർമറിക് പെപ്പർ ആൻഡ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂട്രീഷൻ ഫങ്ഷണൽ സപ്ലിമെന്റ് ആണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മൈലേഷണൽ കമ്പനി കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സപ്ലിമെന്റുകളായിരിക്കാം ഇനി ഇറക്കാൻ പോകുന്നത്. ഒരു ഗസ് മാത്രമാണ്. കാരണം ഇപ്പൊ മുരിങ്ങ ആയാലും അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, വൈറ്റമിൻ സി പ്രൊഡക്റ്റ് ആയാലും, ഇത് രണ്ടൊക്കെ ആയാലും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അത്തരം ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സപ്ലിമെന്റുകളായിട്ടാണ് എനിക്ക് ഈ ഓൺ ആൻഡ് ഓണിലെ കേസിൽ മനസ്സിലായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മുരിങ്ങ ടേർമറിക് പെപ്പർ ആൻഡ് ക്യാപ്സ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ന്യൂട്രീഷൻ ഫങ്ഷണൽ സപ്ലിമെന്റ് ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണിത്. അപ്പൊ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ക്യാപ്സ്യൂളുകളാണ്, 60 ക്യാപ്സ്യൂളുകളാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന് ഫൈറ്റോ ന്യൂട്രിയൻസ് എന്നൊരു കണ്ടന്റ് ഉണ്ട്. അതായത് ഫൈറ്റോ ന്യൂട്രിയൻസ് തന്നെ ഒന്നുമില്ല, സാധാരണ ഒരു ചെടികളിൽ പ്രകാശ സംശ്ലേഷണം വഴി അവർ ഇലകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് രാസപ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് രാസവസ്തുക്കൾ ഈ ഇലകളിൽ ഉണ്ടാവുന്നുണ്ട്. അതായത് മരങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ ഉണ്ടാവുന്നുണ്ട്. അത്തരം രാസവസ്തുക്കൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു കണ്ടന്റാണ് ഫൈറ്റോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈറ്റോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ക്യാപ്സ്യൂൾ ആണ് ഈ പറയുന്ന മോറിങ്ങയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് എനർജി, കാർബോഹൈഡ്രേറ്റ്, ഷുഗർ കാര്യങ്ങളൊക്കെ എത്രത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റുകളുടെ കൂടുതൽ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ മുരിങ്ങ തന്നെയാണ്. മുരിങ്ങ എന്ന് പറയുമ്പോൾ ഒരു റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. അതായത് വൈറ്റമിൻ എ, സി, ഇ പോലുള്ള വിറ്റമിൻസിന്റെ ഒരു കലവറയാണ് മുരിങ്ങ എന്ന് പറയാം. അതുപോലെ തന്നെ എസെൻഷ്യൽ മിനറൽസ്, കാൽസ്യം, അയൺ പോലുള്ള എസെൻഷ്യൽ മിനറൽസ് വളരെയധികം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹെർബാണ് മുരിങ്ങ എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്കറികളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ മുരിങ്ങാക്കോല്, അതുപോലെ തന്നെ മറ്റ് അതിന്റെ പൂവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് സാധാരണ, അല്ലെ? ഓക്കെ. അതിന്റെ മറ്റൊരു പ്രത്യേകത, ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഈ ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ നമുക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ, അതായത് ഇന്റേർണലി വിസിബിൾ ആയിട്ടുള്ള ഒരുപാട് നീർക്കെട്ടുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ ഈ മുരിങ്ങക്കുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത്. ഈ ഫീച്ചർ നമ്മൾ ഇതിനു മുമ്പ് ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിൽ വരുന്ന 9E5 എന്ന പ്രൊഡക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പൊ എന്താ ഏജിങ് പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന്, അതുപോലെ നമ്മുടെ സെയിൽസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, അത്തരം സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ആന്റി ഓക്സിഡന്റ് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മുരിങ്ങയുടെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ ആണ്. നമ്മുടെ ഷുഗർ ലെവല് അധികം കൂടാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മുരിങ്ങയുടെ ഫീച്ചർ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അടുത്ത് ഈ ഒരു കാണുന്ന ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മുരിങ്ങ എന്ന് പറയുന്ന ഒരു ഹെർബിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. B1, വൈറ്റമിൻ B1, B2, B3, വിറ്റമിൻ സി, ഇ, കാൽസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കോപ്പർ, അയൺ, സൾഫർ, അങ്ങനെ ഒരുപാട് കണ്ടന്റ് എന്താ പറയാ നമുക്ക് ഈ ഒരു മുരിങ്ങയുടെ ഇലയിൽ നിന്നുള്ള മുരിങ്ങ ചെടിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്. ഓക്കെ. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുമ്പോൾ പെപ്പറൈൻ ആണ്. പെപ്പറൈൻ എന്ന് പറയുമ്പോൾ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ഇൻ ബ്ലാക്ക് പെപ്പർ ആണ്. അതായത് നമ്മുടെ കുരുമുളകിൽ നിന്നും
എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആണിത്. ഈ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു കുരുമുളകിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനെയാണ് നമ്മൾ ഈ ബയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് കൂടുതൽ വലിയ വലിയ ഡെഫിനിഷൻ ഉണ്ടാകും, നമ്മൾ അത്തരം വലിയ ഡെഫിനിഷനിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ അതിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് എൻഹാൻസസ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഉൽപ്പന്നത്തിൽ ഒരുപാട് എന്താ പറയാ ഹേർബുകൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതയുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവയൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ന്യൂട്രിയൻസ് ആയാലും മറ്റു കാര്യങ്ങളായാലും പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറോട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ച ഒന്നാണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണെന്നുള്ളത്. അതോടെ നമ്മൾ സംസാരിച്ചിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ഫ്രീ റാഡിക്കൽസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഡൈജസ്റ്റീവ് സപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈജഷൻ സപ്പോർട്ട് ആയി കഴിഞ്ഞാൽ തന്നെ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡൈജഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെപ്രൈൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ, അതായത് ആ ഒരു കോമ്പൗണ്ടിന്റെ ഫീച്ചർ കൊണ്ട് സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് കോഗ്നിറ്റീവ് ഹെൽത്ത്. അതായത് നമ്മുടെ ശരീരത്തിലെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ മാനസികമായിട്ടുള്ള ആരോഗ്യം ഭക്ഷണത്തിന്റെ ഉപയോഗത്തിലൂടെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഗ്നിറ്റീവ് ഹെൽത്ത് എന്നൊരു ഫീച്ചർ പെപ്പറയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മെന്റൽ സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫീച്ചറിനോട് സാധിക്കും, നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ എന്ന് പറയുന്നത്. ഈ മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഭക്ഷണത്തിലായാലും മറ്റ് മരുന്നുകളിലായാലും മറ്റ് ആയുർവേദ പ്രൊഡക്റ്റുകളിലായാലും ഉപയോഗിക്കുന്നതാണ് ഈ ഒരു മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ നോക്കുവാണെങ്കിൽ മഞ്ഞളുടെ ഫീച്ചർ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, നമ്മൾ അവിടെ സംസാരിച്ചു കഴിഞ്ഞു. രണ്ടാമത് ഇമ്മ്യൂൺ സപ്പോർട്ടാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്ന ടേം നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷക്കാലമായിട്ട് ആ ഒരു കൊറോണയുടെ കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കൂട്ടിയാൽ തന്നെ ഇമ്മ്യൂൺ സപ്പോർട്ട് കൂട്ടിയാൽ തന്നെ നമുക്ക് രോഗങ്ങൾ വരുന്നത് കുറയും തുടങ്ങും. മനസ്സിലാക്കുക, ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചാൽ തന്നെ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇമ്മ്യൂൺ സപ്പോർട്ട് എന്ന് പറയുന്ന ഫീച്ചർ നമ്മുടെ ഈ ഒരു മഞ്ഞളിനുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ്, നമ്മളോട് സംസാരിച്ചിരുന്നു ആന്റി ഓക്സിഡന്റ് എന്താണെന്നുള്ളത്. ഗുഡ് ഹെൽത്ത്, അതായത് നമ്മുടെ ഡൈജഷനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടലെന്ന് പറയുന്നത്. കുടലിന്റെ ആരോഗ്യം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ജോയിന്റും അതുപോലെ മസിലിന്റെയും ഹെൽത്ത് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മഞ്ഞളോട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സന്ധിവേദന, സന്ധിയിലെ ആരോഗ്യക്കുറവ്, അത്തരം കാര്യങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി, അത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞളുടെ പ്രശ്നങ്ങൾ സാധിക്കുന്നുണ്ട്. മറ്റൊരു ഫീച്ചറാണ് കാർഡിയോ വാസ്കുലർ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ ഒരു കാർഡിയോ വാസ്കുലർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവലും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കാർഡിയോ വാസ്കുലർ ഹെൽത്ത് എന്ന് പറയുന്ന ഫീച്ചറിന്റെ ഭാഗമായിട്ടുള്ളത്. അത് ന്യൂറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് ആണ്. അതായത് സാധാരണ നമ്മുടെ കുറച്ച് പ്രായാധിക്യം വരുന്നതിനനുസരിച്ച് ആളുകൾക്ക് ഈ അൽഷിമേഴ്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും കണ്ടുവരാറുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും നമ്മൾ ഈ ഒരു മഞ്ഞളിന്റെ പ്രസൻസോട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അതിന്റെ ജസ്റ്റ് കാണാൻ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രോട്ടീൻ എന്താണ്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു ഓവറോൾ ഫീച്ചർ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം സ്കിൻ ഹെൽത്ത് ആണ്. ഈ ഉൽപ്പന്നം കഴിക്കുന്നതോടെ നമുക്ക് സ്കിന്നിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അതായത് ഇൻഫ്ലമേഷൻ കുറക്കുന്നു, ഫ്രീ റാഡിക്കൽസിന്റെ ആ ഒരു കോമ്പാക്റ്റിംഗ് കുറക്കുന്നു, സ്കിൻ ടെക്സ്ചർ എൻഹാൻസ് ചെയ്യുന്നു, നമ്മുടെ റേഡിയന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഗഡ് ഹെൽത്ത് ആണ്. നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വൻകുടലിലെ ചെറുകുടലിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു ബാക്ടീരിയ, നല്ല ബാക്ടീരിയകൾക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോൺ ഹെൽത്ത് ആണ്. നമ്മുടെ എല്ലുകളുടെ ബലം കൂട്ടാൻ വേണ്ടി, കാരണം ഇതിൽ കാൽഷ്യം, മാഗ്നീഷ്യം പോലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലുകളുടെ ബലം കൂട്ടുന്നതിന് വേണ്ടി, സന്ധിവേദന പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. ഇമ്മ്യൂൺ സപ്പോർട്ട്,
രോഗപ്രതിരോധശേഷി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് സാധിക്കും. ആൻഡ് ഇൻഫ്ലമേറ്ററി സബ് എഫക്റ്റീവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാർഡിയോവാസ്കുലർ ഹെൽത്ത് സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മുരിങ്ങ, പെപ്പറൈൻ, ഈ പറയുന്ന മഞ്ഞളിന്റെ ഈ ഒരു കോമ്പാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് പലപ്പോഴും നമ്മൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഭക്ഷണത്തിൽ എപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതൊരു ക്യാപ്സ്യൂളിലൂടെ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇത് നമുക്ക് 14 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു നേരം 2 ക്യാപ്സ്യൂൾ വീതമാണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം. ഓക്കെ. അപ്പൊ ഈ ഒരു ഉൽപ്പന്നത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഉൽപ്പന്നം എനിക്ക് തോന്നുന്നു അടുത്ത മാസം മുതലായിരിക്കണം ഇത് മാർക്കറ്റുകളിൽ എത്തി തുടങ്ങുക. അതിന്റെ വില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും.